ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. ഏദെൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്. തിന്നുന്ന ദിവസം നീ മരിക്കും. ഓർമ്മിക്കുക, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാൾ സെപ്റ്റംബർ 8-ാം തീയതിയാണ്. തിരുനാളിന്റെ ഒരുക്കത്തിനായുള്ള 8 നോമ്പിന് തുടക്കം കുറിക്കുന്നത് ഓഗസ്റ്റ് മാസം 31-ാം തീയതിയാണ്. 31 മുതൽ സെപ്റ്റംബർ 7-ാം തീയതി വരെ 8 ദിവസത്തെ നോമ്പും 8-ാം തീയതി ജനന തിരുനാളിന്റെ ആഘോഷവും. ആയതുകൊണ്ട് നോമ്പിലൂടെ വിശുദ്ധി പ്രാപിക്കുവാനും തിരുസഭ കൽപ്പിക്കുന്ന വിശ്വാസമനുസരിച്ച് ദിവ്യബലിയിലും മറ്റു ഭക്താനുഷ്ഠാനങ്ങളിലും പങ്കുചേർന്ന് ജീവിത വിശുദ്ധി പ്രാപിക്കുവാനും വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലോകത്തിന്റെ ആരംഭം മുതൽ തന്നെ വിശുദ്ധി പ്രാപിക്കുന്നതിനു വേണ്ടി സാത്താന്റെ ഉപദേശത്തിൽ നിന്ന് അകന്നു ജീവിക്കുവാൻ ദൈവം കൽപ്പിച്ചിരുന്നു. ആ കൽപ്പനയുടെ ലംഘനമാണ് പറുദീസയിൽ നടന്നത്. തന്മൂലം ലോകത്തിലേക്ക് പാപവും പാപം മൂലം മരണവും കടന്നുവന്നു. തിന്നരുത് എന്ന് പറഞ്ഞ ഫലം സാത്താന്റെ പ്രലോഭനത്താൽ ഹവ്വ വഴി ആദവും ഹവ്വയും തിന്നതുമൂലം പാപം ലോകത്തിലേക്ക് കടന്നുവന്നു. നിസ്സാരപ്പെട്ട ഒരു തെറ്റെന്ന് കരുതിയ തെറ്റിൽ നിന്നും ഉണ്ടായ ശിക്ഷയുടെ കാഠിന്യം അളക്കുവാനാവാത്ത വിധം വലുതായിരുന്നു. ഇതുപോലെ നാം ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തിൽ വന്നു വീഴുന്ന ചെറിയ തെറ്റുകളിലൂടെ വന്നു ഭവിക്കുന്ന പ്രത്യാഘാതം എത്ര വലുതാണെന്ന് ചിന്തിച്ചിട്ടില്ലാത്തതുമൂലമാണ് ലോകത്തിൽ ഇത്രയധികം അക്രമങ്ങൾ പെരുകുന്നത്. ഉപവാസത്തിലൂടെയും നോമ്പിലൂടെയും നേടിയെടുക്കുന്നത് നമ്മുടെ ആത്മീയ നിയന്ത്രണമാണ്. ആത്മീയ നിയന്ത്രണമില്ലാതെ വരുമ്പോഴാണ് പല തെറ്റുകളും ഉത്ഭവിക്കുന്നത്. ഇന്ന് സമൂഹ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ, അമിത ഭക്ഷണവും മദ്യപാനവും മൂലം ആ തെറ്റുകൾ അനുകരിക്കാനുള്ള ചിന്ത കടന്നു വരുമ്പോൾ ഉപവാസത്തിലും നോമ്പിലുമായിരിക്കുന്നവർക്ക് അത് കാണുന്നതിനുള്ള താല്പര്യം പോലും ജനിക്കുന്നില്ല. പിന്നെ എങ്ങനെ തെറ്റിലകപ്പെടും? ഇത്ര നിസ്സാരമായി ഒരു ഉപവാസത്തിലൂടെയും നോമ്പിലൂടെയും വിശുദ്ധി പ്രാപിക്കുവാനുള്ള വഴി ദൈവം ഒരുക്കിയിരിക്കുന്നുവെന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.